हेलो नमस्ते, आप सबका एक बार फिर हार्दिक स्वागत है। श्री नारायण गुरु ओपन यूनिवर्सिटी के सेकेंड सेम बीए बीएससी बीकॉम की जो मॉडर्न इंडियन लैंग्वेजेस पेपर है, उसमें हिंदी के छात्रों की जो कोर्स है हिंदी गद्य साहित्य और संरचना, उससे संबंधित एक वीडियो हम पहले भी डाल चुके हैं। उसी कोर्स से जुड़े रिविजन सीरीज़ का सिलसिला हमने आज शुरू किया है। हिंदी गद्य साहित्य दैट इज़ പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് ഹിന്ദി ലഘുകഥാക സാമാന്യ പരിചയമാണ്. നിങ്ങൾ ഓൾറെഡി പോർഷൻസ് കവറപ്പ് ചെയ്ത് കാണും. എക്സാംസിന് മുമ്പായിട്ട് ഒരു ക്വിക്ക് റിവിഷനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലോക്ക് ബേസിക്കലി ഹിന്ദി കഹാനിയായിട്ട് റിലേറ്റഡ് ആണ്. 20th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഹിന്ദി സാഹിത്യത്തിൽ സ്റ്റോറി അല്ലെങ്കിൽ കഥ എന്ന ഒരു ഫോം ഓഫ് ലിറ്ററേച്ചർ രൂപപ്പെട്ട് വന്നത്. ബ്ലോക്ക് 1 ഹിന്ദി ലഘു കഥാ കാ സാമാന്യ പരിചയ്. യൂണിറ്റ് 1 ഈസ് റിലേറ്റഡ് ടു ഹിന്ദി കഹാനി കാ സാമാന്യ പരിചയ്. ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് ഹിന്ദി സ്റ്റോറീസ്, അതാണ് ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് 2ൽ ഹിന്ദിക്ക് പ്രമുഖ് കഹാനിക്കാർ, അവരെ പറ്റിയുള്ള അറിവ്, ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ് കഹാനിക്കാർ ആരൊക്കെയായിരുന്നു, അതാണ് യൂണിറ്റ് 2 ഡീൽ ചെയ്യുന്നത്. യൂണിറ്റ് 3 में प्रेमचंद, जयशंकर प्रसाद, जैनेन्द्र कुमार, अज्ञे, उषा प्रियमवदा जैसे കഹാനിക്കാरों के बारे में आप जानकारी हासिल करेंगे. ആ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കഹാനിക്കാരാണ് ഇവർ. വേറെയും കഹാനിക്കാരുണ്ടായിരുന്നു, എന്നാലും ഒരു UG സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ആ കാലഘട്ടത്തിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് എഴുത്തുകാരെയാണ് യൂണിറ്റ് 3ൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കറിയാം ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട് അല്ലേ. ഹിന്ദിയിൽ വിധ എന്ന് പറയും, സാഹിത്യ की विधाएं जैसे कहानी, उपन्यास, निबंध, नाटक, एकांकी, जीवनी, आत्मकथा, यात्रा विवरण, രേഖാചിത്ര, സംസ്മരൺ, റിപ്പോർട്ടാജ്, ഡയറി, ഇങ്ങനെ പല ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്. ഓരോ ഫോം ഓഫ് ലിറ്ററേച്ചറിനും ഓരോ നിബന്ധനയുണ്ട് ഇല്ലേ. എന്തുകൊണ്ട് നമ്മൾ ഒരു രചനയെ കഥ എന്ന് വിശേഷിപ്പിക്കുന്നു, അതാണ് നമ്മുടെ ബ്ലോക്ക് 1 ഡീൽ ചെയ്യുന്നത്. ഹിന്ദി കഹാനി കാ സാമാന്യ പരിചയ്. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് വേറെ ഒന്നുമല്ല, കഹാനി കിസേ കഹത്തെ हैं, यानी अगर किसी रचना को आप कहानी कहेंगे तो किस आधार पर. व्हाट इज़ अ स्टोरी. സ്റ്റോറി എന്താണ്? വാട്ട് ഇസ് എ സ്റ്റോറി? എ ഡിസ്ക്രിപ്ഷൻ either true or imagined of a connected series of events. കഥ ഒരു വിവരണമാണ്. ഏതെങ്കിലും സംഭവത്തെപ്പറ്റി, കാൽപ്പനികമാവാം, നടന്ന സംഭവമാകാം, എന്തായാലും ഒരു കണക്ടിവിറ്റി ഉണ്ടാവണം ആ സംഭവം വിവരിക്കുമ്പോൾ അല്ലേ. അതാണ് നമ്മൾ കഥയെന്ന് പറയുന്നത്. നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയലിൽ കഥാസമ്രാട്ട് പ്രേംചന്ദിൻ്റെ ഡെഫിനേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കഹാനി ऐसी एक रचना है जिसमें जीवन के किसी एक अंग या किसी एक मनोभाव को प्रदर्शित करना लेखक का उद्देश्य रहता है. वैसे आपको पता ही होगा हिंदी कहानी का उद्भव 20वीं शती यानी 20th सेंचुरी में हुआ था. ഹിന്ദി കഥ എന്ന ഒരു ഫോം ഓഫ് ലിറ്ററേച്ചർ 20th സെഞ്ച്വറിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡിലാണ് വന്നു തുടങ്ങിയത്. और आपको पता है हिंदी कहानी बंगला और अंग्रेज़ी कहानियों से प्रभावित रही. ഏർലി ഹിന്ദി സ്റ്റോറീസിൻ്റെ മേൽ ബംഗാളി കഥകളുടെയും ഇംഗ്ലീഷ് കഥകളുടെയും ഒരു പ്രഭാവം വളരെ പ്രകടമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ബംഗാളി സാഹിത്യത്തിൻ്റെ ഒരു പ്രഭാവമുള്ള ഒരു കഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർ അതിനെ ഹിന്ദിയിലെ ആദ്യത്തെ മൗലികമായ ഒരു കഥയായിട്ട് അംഗീകരിക്കുന്നില്ല. പകരം പിന്നീട് കിഷോരിലാൽ ഗോസ്വാമി എന്ന വ്യക്തി എഴുതിയ ഇന്ദുമതി എന്ന കഥയാണ് ഹിന്ദി സാഹിത്യത്തിലെ പെഹലി മൗലിക് കഹാനിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ആദ്യം എഴുതപ്പെട്ട കഥകളിൽ ബംഗാളി സാഹിത്യത്തിൻ്റെയും അംഗ്രേജി സാഹിത്യത്തിൻ്റെയും പ്രഭാവമുണ്ടായിരുന്നു. അത് വരാൻ കാരണം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ആവുന്നതിന് മുമ്പേ കൽക്കട്ടയായിരുന്നു. അപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലിറ്ററേച്ചർ അവിടെ വരികയും അത് ബംഗാളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും അതിൻ്റെ എല്ലാം പ്രഭാവം ഇന്ത്യൻ ലാംഗ്വേജസിലും വന്നിട്ടുണ്ട്. അതുപോലെ ഹിന്ദിയിലും അത് പ്രഭാവം ചെലുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഹിന്ദിക്ക് പെഹലി മൗലിക് കഹാനി എന്ന ചോദ്യം ഒരു ഷുവർ ഷോട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അത് കിഷോരിലാൽ ഗോസ്വാമി എഴുതിയ ഇന്ദുമതി എന്ന കഥയാണ്. 1900 പബ്ലിഷ് ചെയ്ത ഇന്ദുമതി.
So you have to remember this for your exams as well. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ചില മാസികകൾക്ക് ഹിന്ദി സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ ഒരു നിർണായക പങ്കുണ്ടായിരുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന പേരിൽ ആകെ കൂടെ ഉണ്ടായിരുന്നത് കുറച്ച് മാഗസിൻസ് ആയിരുന്നു. അതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് ഉത്തർപ്രദേശിൽ പ്രയാഗിൽ നിന്ന് പബ്ലിഷായ സരസ്വതി എന്ന ഒരു മാഗസിനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1900 ഉത്തർപ്രദേശ് പ്രയാഗിൽ നിന്ന് പബ്ലിഷായ സരസ്വതി പത്രിക. സരസ്വതി പത്രിക ഹിന്ദി സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാഗസിനായിരുന്നു. പത്രിക എന്ന് പറയുമ്പോൾ ജേണൽ, മാഗസിൻ. സരസ്വതിയെ പോലെ തന്നെ ഹിന്ദി പ്രദീപ് എന്ന പത്രികയും ആ കാലഘട്ടത്തിൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് ആ കാലഘട്ടത്തിലെ ഹിന്ദി കഥകളുടെ ഒരു രീതി, ഒരു സ്റ്റൈല് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ആയിരിക്കണം: പ്രേംചന്ദ് പൂർവ്വയുഗ്, പ്രേംചന്ദ് യുഗീൻ കഹാനി ഓർ പ്രേംചന്ദോത്തർ കഹാനി. ഈ 3 ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കാണാം ഒരു കോമൺ ഫാക്ടറാണ് പ്രേംചന്ദ്. പ്രേംചന്ദ് ഹിന്ദി കഥാസമ്രാട്ട് എന്നറിയപ്പെടുന്ന ഒരു മഹാനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വരവ് ഹിന്ദി സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേംചന്ദ് പൂർവ് എന്ന് വെച്ചാൽ പ്രേംചന്ദ് ബിഫോർ പ്രേംചന്ദ്, അത്രയേ ഉള്ളൂ. പൂർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഫോർ പ്രേംചന്ദ്. പ്രേംചന്ദോത്തർ എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ പ്രേംചന്ദ്. പ്രേംചന്ദ് പൂർവ്വയുഗിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഉन्हें ഹിന്ദി കെ പുനർജാഗരൺ കാ നായക് യാ ഫിർ ഗദ്യ കെ പിതാമ, ഈ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടും. ടൈറ്റിൽസാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്രന് കിട്ടിയിരിക്കുന്ന ടൈറ്റിൽസാണ് ഹിന്ദി കെ പുനർജാഗരൺ കാ നായക്, അതുപോലെ ഗദ്യ കെ പിതാമ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര വളരെയധികം നല്ല നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശസ്നേഹം ഉളവാക്കുന്ന ഒരുപാട് രചനകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ കാലഘട്ടം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു. അപ്പോൾ അടിമത്തത്തെ പറ്റി ബോധം ജനങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി ഒരു ഫ്രീഡം മൂവ്മെൻറ്റിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് ഉളവാക്കുന്ന ഒരുപാട് രചനകൾ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സ്വയം കുറേ മാഗസിൻസും പബ്ലിഷ് ചെയ്തിരുന്നു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവി വചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസിൻ, ബാലബോധിനി, ഹരിശ്ചന്ദ്ര ചന്ദ്രിക, ഈ 4 പേരുകളും ഓർത്തിരിക്കണം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ മാഗസിൻസാണ്. ഈ മാഗസിൻസ് എല്ലാം ഹിന്ദി സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം പങ്ക് വഹിച്ച ജേർണൽസാണ്. സോ യു ഹാവ് ടു റിമെമ്പർ ദീസ് ഓൾസോ. ഇൻ പത്രികാओं के द्वारा हिंदी का विकास हुआ. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന് മുമ്പ് ഹിന്ദി എന്ന പ്രോപ്പർ ഹിന്ദിയിലേക്ക് വരുന്നതിന് മുമ്പ് ബ്രജ്, അവധി, ഭോജ്പൂരി, മൈഥിലി, മാഗഹി ഇങ്ങനത്തെ ഡയലക്ട്സ് ആയിരുന്നു. പ്രേംചന്ദ് പൂർവ്വയുഗിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് മഹാവീർ പ്രസാദ് ദ്വിവേദി. ദ്വിവേദി എന്ന് പറഞ്ഞ വ്യക്തി ഹിന്ദി സാഹിത്യത്തിൽ ശുദ്ധ ഹിന്ദി കൊണ്ടുവരണമെന്ന് വളരെ ശാഠ്യം പിടിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം സരസ്വതി, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത സരസ്വതി ജേർണലിൻ്റെ എഡിറ്ററായിട്ട് വന്നതിന് ശേഷം ഹിന്ദി സാഹിത്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു ഒറ്റ വ്യക്തിയുടെ ഒരു പ്രഭാവം കൊണ്ടാണ്. സരസ്വതി പത്രിക 1900 പബ്ലിഷ് ചെയ്ത് തുടങ്ങി ഉത്തർപ്രദേശ് പ്രയാഗിൽ നിന്ന്. 1903 മഹാവീർ പ്രസാദ് ദ്വിവേദി അതിൻ്റെ എഡിറ്ററായി. അദ്ദേഹം അതിൻ്റെ എഡിറ്ററായതിനു ശേഷമാണ് ആ പത്രിക വളരെയധികം ഫേമസ് ആവുകയും ഹിന്ദി സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്തത്. तो उस पत्रिका के द्वारा देश में फैली अनाचार एवं अंधविश्वास के विरुद्ध उन्होंने आवाज़ उठाई. अशिक्षा के विरुद्ध, जो इलिटरेसी था उसके विरुद्ध आवाज़ उठाई. और गरीबी, ദാരിദ്ര്യം, അതിനെപ്പറ്റിയെല്ലാം പ്രതിപാദിക്കുന്ന അന്ധവിശ്വാസം, പിന്നെ ഇല്ലിട്രസി, ദാരിദ്ര്യം, ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ വേണ്ടി ജനങ്ങളെ പ്രബുദ്ധരാകാൻ വേണ്ടി ഈ ജേർണലിലൂടെ, സരസ്വതി പത്രികയിലൂടെ മഹാവീർ പ്രസാദ് ദ്വിവേദിയും മറ്റ് എഴുത്തുകാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നെക്സ്റ്റ് പ്രേംചന്ദ് യുഗാണ്. പ്രേംചന്ദ് അക്ഷരാർത്ഥത്തിൽ ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. കഥകളെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിച്ച ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തെ ട്രെൻഡ് സെറ്റർ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് തിലസ്മി ഓർ യയ്യാരി കഥകളായിരുന്നു. തിലസ്മി, യയ്യാരി എന്ന് പറയുമ്പം മാജിക്കൽ സ്റ്റോറീസ് അല്ലെങ്കിൽ ജാസൂസി കഥകൾ, സ്പൈ സ്റ്റോറീസ്. ജെ കെ റൗളിംഗ് ഒക്കെ ഹാരി പോട്ടർ എഴുതുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ
ഇങ്ങനത്തെ ഹൊറർ സ്റ്റോറീസും മാജിക്കൽ സ്റ്റോറീസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഥകളെ ആ ഒരു മാസ്മരിക ലോകത്തിൽ നിന്ന്, ആ ഒരു കാൽപ്പനിക ലോകത്തിൽ നിന്ന് യാഥാർത്ഥ്യ ലോകത്തേക്ക് കൊണ്ടുവന്നത് പ്രേംചന്ദാണ്. പ്രേംചന്ദ് പാവപ്പെട്ടവൻ്റെ എഴുത്തുകാരനായിരുന്നു. ഹിന്ദിയിലും ഉറുദുവിലും ഒരുപോലെ എഴുതുമായിരുന്നു. ഹിന്ദിയിൽ ഓൾമോസ്റ്റ് 300ഓളം കഥകളും 12 നോവലും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈദ്ഗാ എന്ന ഒരു ചൈൽഡ് സൈക്കോളജിനെ ബേസ് ചെയ്തുള്ള ഒരു കഥ നിങ്ങൾ ആസ്വദിച്ച് കാണും. നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുണ്ട്. उनकी रचनाओं की मुख्य विशेषताएं थी किसानों एवं मजदूरों के प्रति ममता, विदेशियों के प्रति कट्टर विरोध, ज़मींदारों के प्रति आक्रोश और स्वदेश प्रेम. അപ്പോൾ പ്രേംചന്ദ് ആ എഴുത്തിലേക്ക് വന്ന ആ കാലഘട്ടം ടിൽ 1936 അത് പ്രേംചന്ദിൻ്റെ ഒരു യുഗം തന്നെ ആയിരുന്നു. ഗ്രാമവും നഗരവും രണ്ടിൻ്റെയും കഥകൾ ഒരുപോലെ ചിത്രീകരിച്ചൊരു വ്യക്തിയാണ് പ്രേംചന്ദ്. പ്രേംചന്ദോത്തർ യുഗ്, പ്രേംചന്ദിന് ശേഷം 1936 തൻ്റെ ശ്രേഷ്ഠമായ ഗോദാൻ എന്ന നോവൽ എഴുതിയതിന് ശേഷം പ്രേംചന്ദ് മരണപ്പെടുന്നു. അതിനുശേഷം പ്രേംചന്ദോത്തർ യുഗാണ്. ഹിന്ദി കഹാനിനെ പ്രേംചന്ദോത്തർ യുഗ് में कई रूप धारण किए. വിവിധ ഇനം ശൈലികൾ ഹിന്ദി കഥകളുടെ ആ ഒരു മേഖലയിലുണ്ടായി. അതിൻ്റെ പേരുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ. ഡീറ്റെയിൽസ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ UG ലെവലിലെ കുട്ടികളാണല്ലോ. നയി കഹാനി, സചേതൻ കഹാനി, അക് കഹാനി, സഹജ് കഹാനി, സക്രിയ കഹാനി, ജൻവാദി കഹാനി ഓർ സമാന്തർ കഹാനി. ആ കാലഘട്ടത്തിൽ സ്വാതന്ത്യോത്തർ കഹാനിക്കാരിൽ പ്രമുഖരായിരുന്നു രാജേന്ദ്ര യാദവ്, മോഹൻ രാകേഷ്, കമലേശ്വർ. So this is all about block 1, unit 1. We will soon meet with quick revision of unit 2 of this block. Till then, bye. जुड़े रहिए, मस्त रहिए.